ഹലോ, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ്. മധുരൈ നഗരം കത്തിച്ചതിന് ശേഷം കോപാകുലിയായിട്ടുള്ള കണ്ണകി ദേവി ഈ കേരളത്തിലേക്ക് വരികയും ഇവിടെ കുടിയിരുത്തപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഐതിഹ്യം. എന്നാൽ ഇതിന് പിന്നെ ഒരു കഥയുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്താണ് കിള്ളിപ്പുഴ വരുന്നത്. ഈ കിള്ളിപ്പുഴയുടെ അക്കരെ ഒരു ചെറിയ പെൺകുട്ടി നിൽക്കുകയും തന്നെ ഈ ഒരു പുഴ മറികടക്കാൻ സഹായിക്കണമെന്ന് ഇവിടുത്തെ ഒരു കാരണവരോട് പറയുകയും കാരണവർ ആ കുട്ടീനെ ഈ പുഴ മറികടന്ന് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി. കുറച്ച് കഴിയുമ്പോൾ ആ കുട്ടി അപ്രത്യക്ഷമായി. എന്നാൽ അന്ന് രാത്രി തന്നെ ആ കാരണവരുടെ സ്വപ്നത്തിൽ ദേവി പ്രത്യക്ഷപ്പെടുന്നു. ദേവി പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു തന്നെ ഇതിൻ്റെ തൊട്ടടുത്തുള്ള കാവിൽ പ്രതിഷ്ഠിക്കണം. ഒരു 3 വരകളും ചൂണ്ടിക്കാണിച്ചു ഈ കാവിൽ പ്രതിഷ്ഠിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ഈ ക്ഷേത്രം. ഓക്കെ, എന്നാൽ ഇതിൻ്റെ ചരിത്രത്തിലൊരു കണ്ണകി മിത്തോളജി ഞാൻ പറഞ്ഞില്ലേ, ഈ കണ്ണകിയുടെ ഡിപ്പിക്ഷൻസ് ഈ പറയുന്ന ഇതിനകത്തുള്ള ഗോപുരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ പൊങ്കാല മഹോത്സവത്തിലോട്ട് വരാം. നമുക്കറിയാം എല്ലാ വർഷവും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് പൊങ്കാല മഹോത്സവം നടക്കുന്നത്. 10 ദിവസമാണ് ഈ മഹോത്സവം ഉള്ളത്. എന്നാൽ അതിനകത്ത് 9ാമത്തെ ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല എന്നുള്ള ഇവൻറ്റ് നടക്കുന്നത്. നമുക്കറിയാം അത് വളരെ ലക്ഷോപലക്ഷം ആൾക്കാർ വരുന്നതാണ്. കഴിഞ്ഞ പൊങ്കാല 40 ലക്ഷത്തിൽ കൂടുതൽ സ്ത്രീകൾ പങ്കെടുത്ത ഒരു ഇവൻറ്റ് തന്നെയാണ്. ഇതിൻ്റെ പേര് തന്നെയാണ് ഇതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുള്ളത്. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ഷേത്രം വരുന്നത് ട്രാവൻകൂർ ദേവസ്വത്തിൻ്റെ പേരിലല്ല, അല്ലെങ്കിൽ അതിന് സ്വന്തമല്ല. പകരം അതൊരു ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഈ ഒരു ക്ഷേത്രം വന്നിരിക്കുന്നത്. സോ ഇത്തരം ഇൻഫോർമേറ്റീവ് കണ്ടൻറ്റ്സ് വേണ്ടി ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക. താങ്ക്